IAS ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പരിശീലനത്തിന് ഭാരതീയ തത്വചിന്തയിലും ഭഗവത്ഗീതയിലുമൂന്നിയ തദ്ദേശീയ പരിശീലന സമ്പ്രദായം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പുതിയ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിനനുസൃതമായി ഭാവിയിലെ വെല്ലുവിളികൾക്ക് സജ്ജമാക്കുന്ന വിധത്തിൽ ഉദ്യോഗസ്ഥ മനോഭാവവും വൈദഗ്ധ്യവും അറിവും രൂപപ്പെടുത്താനുള്ള കർമ്മയോഗി പദ്ധതിയിലാണ് പുതിയ പരിശീലന രീതി കൊണ്ടുവരുന്നത്. 1.5 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിലാണിത് രൂപപ്പെടുത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. 32 ലക്ഷം കേന്ദ്ര ഉദ്യോഗസ്ഥർക്കാവും ആദ്യഘട്ടത്തിൽ പരിശീലനം. കർമ്മയോഗിയിൽ നിലവിൽ 46 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10.4 ലക്ഷം പേർ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര സർവീസിലുള്ളവർക്കുള്ള പരിശീലനത്തിനൊപ്പം സംസ്ഥാന തലത്തിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. 2047 വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി 2021 രൂപവൽക്കരിച്ച കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷനാണ് കർമ്മയോഗി മത്സരക്ഷമത ചട്ടക്കൂട് ഉണ്ടാക്കിയത്. മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി ദേശീയ അക്കാദമി അടക്കമുള്ള സർക്കാരിന്റെ പരിശീലന കേന്ദ്രങ്ങളിലെല്ലാം ഇത് അടിസ്ഥാനമാക്കിയാവും ഭാവിയിൽ പരിശീലനം. സ്വാധ്യായ്, സഹകാര്യത, രാജ്യകർമ്മ, സ്വധർമ്മ എന്നിങ്ങനെ ഭാരതീയ ചിന്തയിൽ അധിഷ്ഠിതമായ സാമൂഹിക സേവന സിദ്ധാന്തമായിരിക്കും ഇതിന്റെ കാതൽ. ബ്രിട്ടീഷ് ഭരണകാലയളവിലെ പരിശീലനത്തിന്റെ മാതൃകകൾ തന്നെ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾക്ക് ശേഷവും പിന്തുടരുന്നതിലെ ഔചിത്യമില്ലായ്മ തിരുത്തുക കൂടിയാണ് പുതിയ പദ്ധതിയിലൂടെയെന്നതാണ് സർക്കാരിന്റെ വാദം. 60 മന്ത്രാലയങ്ങളിലെയും 93 വകുപ്പുകളിലെയും 2600 സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ ഇതിന്റെ ഭാഗമാകും. കർമ്മയോഗിയുടെ ഭാഗമായി ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓൺലൈൻ ട്രെയിനിംഗ് എന്ന പോർട്ടലിൽ 1500 കോഴ്സുകൾ ഉൾപ്പെടുത്തി ഒരു വർഷത്തിനുള്ളിൽ ഇത് 5000 ആക്കും. നേരത്തെ നാമമാത്രമായ കോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കോഴ്സുകളിൽ കുറഞ്ഞത് 4 മണിക്കൂർ പരിശീലനമെങ്കിലും പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് വർഷത്തിൽ 50 മണിക്കൂറായി വർദ്ധിപ്പിക്കും. ഇതിനായി ദേശീയ പഠന വാരവും നടപ്പിൽ വരും. ഒക്ടോബറിൽ സെക്രട്ടറിമാരുമായി നടത്തിയ അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐഗോട്ട് പരിശീലന വിഷയം ഉന്നയിച്ചിരുന്നു. അതത് വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ പരിശീലന മൊഡ്യൂളുകൾ പൂർത്തിയാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം ഒക്ടോബർ 18-ന് വാർത്താവിതരണ മന്ത്രാലയം ഇറക്കിയ ഉത്തരവിൽ 19-ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്ന ദേശീയ പഠന വാരത്തിൽ ഐഗോട്ട് പോർട്ടലിൽ കുറഞ്ഞത് 4 മണിക്കൂർ പരിശീലനം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. 19 മുതൽ 25 വരെയുള്ള കാലയളവിൽ ഈ കോഴ്സ് പൂർത്തിയാക്കണമെന്നും അല്ലാത്ത പക്ഷം അത് ഗൗരവമായി കാണുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത് പൂർത്തിയാക്കാത്തവരുടെ ശമ്പളം തടയാൻ പിന്നീട് ഉത്തരവിട്ടത് ഉദ്യോഗസ്ഥ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു. സത്യത്തിൽ ഇത്തരം വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.